സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ 12 വരെയുള്ള തിരുവചനത്തിൽ ദാവീദ് രാജാവ് ബെഹ്റൂമീൻ എത്തിയപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായിട്ടുള്ള ഗേരയുടെ മകൻ ശിമെയി ശാപം ചൊരിഞ്ഞുകൊണ്ടിങ്ങനെ പറയുകയാണ്. 16-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനത്തിൽ ശാപവാക്കുകൾ ശിമെയി പറയുക. അപ്പോൾ 9-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ മകൻ അബിഷായി പറയുകയാണ്, സെരേയയുടെ മകൻ അബിഷായി പറയുക, ഈ ചത്ത പട്ടിയെ എൻ്റെ യജമാനനായ രാജാവ് ശപിക്കുന്നു, ഞാൻ അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്നുകൊണ്ട് ദാവീദിനോട് ചോദിക്കുമ്പോൾ സാമുവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിലൂടെ ദാവീദ് പറയുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്താലുള്ള വലിയൊരു ജ്ഞാനത്തിന് പറയുന്നുണ്ട്. രാജാവ് പറയുകയാണ്, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്തു കാര്യമാണ്? ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് ഈ ശിമെയി പറയുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? കർത്താവ് എൻ്റെ കഷ്ടതകളാണ്, അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും. കർത്താവ് എൻ്റെ കഷ്ടത കണ്ടിട്ട്, ഈ ശാപം മുഴുവനും ഞാൻ ഏൽക്കുന്നത് കണ്ട്, എൻ്റെ വേദന കണ്ട്, അവൻ്റെ ശാപത്തിന് പകരം ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഈ ശിമെയി വഴി എന്നെ ശപിക്കുന്നതാണെങ്കിലോ? സമൂഹത്തിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം ജ്ഞാനദർശനം. അതുപോലെ ദൈവിക ജ്ഞാനം സമചിത്തതയോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ നമുക്ക് ശക്തി തരുന്നുണ്ട്. എല്ലാറ്റിലും നന്മ കാണാൻ കഴിയും. എവറി എക്സ്പീരിയൻസ് ഇൻ അവർ ലൈഫ് ഹാസ് എ പോസിറ്റീവ് മീനിങ്. എന്ത് നെഗറ്റീവ് ആയാലും, എന്ത് മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ആയാലും, നമ്മൾ ഏതെല്ലാം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലായാലും പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാവിയിലേക്ക് നമുക്കൊരു പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഞാൻ അനുഭവിച്ച എല്ലാ തിക്ത അനുഭവങ്ങളും, എല്ലാ മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴെല്ലാം അതെന്നെ ഭാവിയിൽ ബലപ്പെടുത്തുകയാണ് ചെയ്തു, ശക്തിപ്പെടുത്തുകയാണ് ചെയ്തു. പട്ടിണി കിടന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരിയേറെ മനുഷ്യരുടെ അവഹേളനങ്ങൾക്കിടയായിട്ടുണ്ട്. ആരും അംഗീകരിക്കാത്ത അവസരങ്ങളെ കൊണ്ട് ഇതെല്ലാം എന്നെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എനിക്കിതൊന്നും മോശമായിട്ട് കർത്താവ് അനുവദിച്ചില്ല. എല്ലാം പോസിറ്റീവായിട്ട് കർത്താവ് അനുഗ്രഹങ്ങൾ ചൊരിയാനുള്ള ഒരു പാതയായിട്ട് മാറ്റുകയാണ് ചെയ്തത്. അത് കാണാനുള്ള കണ്ണ് ജ്ഞാനത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. മറ്റുള്ളവർ നന്മ കാണാൻ കഴിയുക, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുന്നതിലെല്ലാം ഒരു നന്മ കാണാൻ കഴിയുക, മനുഷ്യൻ്റെ പ്രവണതകൾ, അവൻ്റെ കുറവുകൾ കാണുക എന്നുള്ളതാണ്. പക്ഷെ ദൈവിക ശക്തി അവനിൽ നന്മ കാണാനുള്ളതാണ്. നന്മ കാണാനുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ചൈനീസ് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗുഡ് ലക്ക് ബാഡ് ലക്ക് ഹൂ നോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ. അപ്പം ഒരു കൃഷിക്കാരനായിട്ടുള്ള ഒരു മനുഷ്യന്, ഒരു യുവാവും സുമുഖനായിട്ടുള്ളൊരു മകനുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുത്രൻ ഉള്ള എല്ലാ നല്ല ഗുണങ്ങൾ, നല്ല ആരോഗ്യമുണ്ട്, എല്ലാ കഴിവുണ്ട്. എന്നിട്ട് അവനൊരു കുതിരയെ വാങ്ങിക്കുകയാണ്, കുതിര മകന് വേണ്ടിയിട്ട്. അപ്പോൾ കുതിരയെ കൊണ്ട് അവനെ കുളിപ്പിച്ച് ഉഴുതു മറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ചിരുന്ന ആ കുതിരയെ ഒരു ദിവസം ഈ കുതിര ഓടിപ്പോയി, ഇട്ടച്ചു പോയി. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യരും വന്നിട്ട് ഈ കർഷകനെ വന്നിട്ട് ആശ്വസിപ്പിക്കാൻ വരിക. കഷ്ടമായി പോയി, നിങ്ങൾ ഒത്തിരി പണം കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു സാധനമാണല്ലോ, അതുകൊണ്ട് അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. ബാഡ് ലക്ക്, ബാഡ് ലക്ക്, മൈ ഗോഡ്, ബാഡ് ലക്ക്. അപ്പോൾ ആ കർഷകൻ പറയാണ്, ഗുഡ് ലക്ക് ബാഡ് ലക്ക് ഹൂ നോസ്, ഹൂ നോസ്. ദൈവം മാത്രമേ അറിയത്തുള്ളൂ അത് എനിക്ക് നന്മയാണോ മോശമാണോ എന്നുള്ളത്. ദൈവത്തിന് അറിയാം, നല്ലതോ തിന്മയോ എന്ന് ആർക്കറിയാം. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ കാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കുതിര ഒരു കാട്ടുകുതിരയും കൊണ്ട് തിരിച്ചു വരിക, ഒരു കുതിരയും കൊണ്ട് തിരിച്ചു വരിക. അപ്പോൾ ഗ്രാമവാസികളെല്ലാം അവിടെ കൂടി കൃഷിക്കാരനെ അഭിനന്ദിക്കാം. നിനക്ക് നഷ്ടപ്പെട്ടു പോയതിന് തിരിച്ചു കിട്ടിയല്ലോ, ഞങ്ങളെല്ലാം സന്തോഷിക്കുന്നു. ഗുഡ് ലക്ക്, ഗുഡ് ലക്ക്, യു ഹാവ് ഗുഡ് ലക്ക്. അപ്പോഴും വീണ്ടും ഈ കർഷകൻ പറയുകയാണ്, ഗുഡ് ലക്ക് ബാഡ് ലക്ക് ഹൂ നോസ്. നന്മയാണോ തിന്മയാണോ എന്ന് ആർക്കറിയാം? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഈ കുതിരയെ പരിശീലിപ്പിക്കുന്നിടയിൽ ഈ സുമുഖനായിട്ടുള്ള ഈ കൊച്ച്, ഈ യുവാവായിട്ടുള്ള ഈ കർഷകൻ്റെ മകൻ ഉരുണ്ട് വീണ് അതിൻ്റെ കൈയും കാലും ഒക്കെ ഒടിയുക, പിന്നെ ഫ്ലാക്ചർ ഇട്ടിട്ടിരിക്കുക. അപ്പോഴത്തേക്കും ഈ കൃഷിക്കാരെല്ലാം ഓടി വന്നിട്ട്, വീണ്ടും ഇയാൾക്ക് കഷ്ടകാലമാണല്ലോ, ബാഡ് ലക്ക് മാൻ എന്ന് പറഞ്ഞു. ഇതിൻ്റെ കഷ്ടകാലം അല്ലാതെ എന്താ പറയുക എന്ന് പറഞ്ഞപ്പോൾ ഈ കൃഷിക്കാരൻ വീണ്ടും പറയാണ്, ഗുഡ് ലക്ക് ബാഡ് ലക്ക് ഹൂ നോസ്. നന്മയാണോ തിന്മയാണോ എന്ന് ആർക്കറിയാം? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കുറേ മാസങ്ങൾക്ക് ശേഷം അവിടെ ആ ചൈനയുടെ രാജാവ് എല്ലാ യുവാക്കളെയും നിർബന്ധമായിട്ടും സൈനിക സേവനത്തിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അറിയിപ്പ് വരികയാണ്. പട്ടാളക്കാരെ അവിടെ തിരഞ്ഞെടുക്കുക, പട്ടാളക്കാരെ അയക്കുകയാണ്. എല്ലാ യുവാക്കന്മാരെയും പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കാലൊടിഞ്ഞ് കിടക്കുന്നാൽ ഇയാളുടെ മകനെ പട്ടാളത്തിൽ ചേർത്തില്ല. അപ്പോൾ ആ ഗ്രാമത്തിൽ ആകെപ്പാടെ അവശേഷിച്ചിട്ട ഒരേ ഒരു യുവാവ് ഈ മകൻ മാത്രമേ ഉള്ളൂ. എന്നാലും ആ കൃഷിക്കാരൻ പറഞ്ഞു, ഗുഡ് ലക്ക് ബാഡ് ലക്ക് ഹൂ നോസ്. ഇത് നന്മയ്ക്കാണോ തിന്മയ്ക്കാണോ എന്ന് എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതൊരു ജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയാണ്. ഏതെല്ലാം അനുഭവങ്ങൾ ഉണ്ടായാലും ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കാനും ദൈവകരം കാണാനുമുള്ള കണ്ണും ദൈവിക ജ്ഞാനത്തിൻ്റെ അടയാളമാണ്. എന്ത് പ്രശ്നങ്ങളിലും, എന്ത് മോശമായ പ്രശ്നങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ കാണാനുള്ള വലിയൊരു കരം. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിശാചിന് കൊടുത്തേക്കല്ലേ.
ഒരു ഒരു കടയിൽ കാണാൻ പോയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കുന്നതും, അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കിൽ നിന്ന് നോക്കുന്നതും, അതുപോലെ വളവുള്ള ഒരു പ്രദേശത്ത് നോക്കുന്നതും, പിന്നെ നേരെ പാളത്തിൻ്റെ മുകളിൽ പോലും നോക്കുന്നതും, അതൊക്കെ മരത്തിൻ്റെ മുകളിൽ പോയി നോക്കുന്നതും, ഹെലികോപ്റ്ററിൽ കൂടി പോകുന്ന നോക്കുന്നതും, പല ദർശനങ്ങളായിട്ട് ആ കടയിലുള്ള വ്യക്തികളുടെ സാധനങ്ങളെല്ലാം കാണാം. ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ടെങ്കിൽ ദൈവീക വീക്ഷണമുണ്ടാകും. യേശു ദൈവിക ജ്ഞാനത്താൽ രക്ഷപ്പെടുന്ന ഒത്തിരിയേറെ സംഭവങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപകടത്തിൽ തിരിച്ചറിഞ്ഞ് അപകടങ്ങളെല്ലാം രക്ഷപ്പെട്ട് ഇവർ നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുടുക്കാൻ വേണ്ടിയിട്ടുമുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. യേശുവിനെ അറിഞ്ഞിട്ട് ആ ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് ഈശോ മനസ്സിലാക്കി തിന്മയുടെ ശക്തികൾ ഉള്ളിടത്തു നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ ദൈവിക ജ്ഞാനം. മത്തായിയുടെ സുവിശേഷത്തിലെ 22-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, സീസറിന് നികുതി കൊടുക്കേണ്ടത് നിയമാനുസരണമാണോ അല്ലയോ എന്ന് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യം. വളരെ കുടുക്ക്, വളരെ ജ്ഞാനത്തിൻ്റെ വലിയ അനുഭവമില്ലാതെ, ആ വലിയ ദാനമില്ലാതെ ഒരിക്കലും ഒരു ആൻസറും പറയാൻ പറ്റാത്ത വലിയൊരു കുടുക്ക. അപ്പോൾ അവിടെ 20-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഒരു നാണയം മേടിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ രൂപവും ലിഖിതവും ആരുടേതാണ്? ഇത് സീസറിൻ്റെതാണെങ്കിൽ സീസറിന് കൊടുക്കുക, ദൈവത്തിൻ്റെതാണെങ്കിൽ ദൈവത്തിന് കൊടുക്കുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 23 മുതൽ 33 വരെയുള്ള തിരുവചനത്തിൽ ഞങ്ങളുടെ ഇടയിൽ 7 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ പുനരുത്ഥാനത്തിൽ 23-ാമത്തെ ചോദിക്കുകയാണ്, പുനരുത്ഥാനത്തിൽ ഇവൾ ആരുടെ ഭാര്യ? 7 സഹോദരങ്ങൾക്കും ഭാര്യയായിരുന്നല്ലോ, ആരുടെ ഭാര്യയായിട്ട് മാറുമെന്ന് ചോദിച്ചപ്പോൾ 30-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ജ്ഞാനത്തിൻ്റെ വലിയ ശക്തിയാൽ പുനരുത്ഥാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല, അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഈശോ വലിയ ജ്ഞാനത്തിൻ്റെ വലിയ ശക്തിയാൽ അവരെ തോൽപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, എന്ത് അധികാരത്താലാണ് നീ ഇതെല്ലാം ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാ? 25-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ പറയുന്നു, യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നാ വന്നേ? അത് സ്വർഗത്തിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ? മറുപടി ചോദിച്ചിട്ട് ഈശോ ജ്ഞാനം കൊണ്ട് അവരെ തോൽപ്പിക്കുകയാണ്. എളിമയുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനം നമുക്ക് ലഭിക്കത്തുള്ളൂ. എളിമയുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന വലിയൊരു ദാനമാണ് ഈ ദാനം, ഈ ജ്ഞാനം എന്ന വരം, പരിശുദ്ധാത്മാവിന്റെ ദാനം. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ദാനമാണ് ജ്ഞാനമെന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്. അതുപോലെ ജ്ഞാനത്തെക്കുറിച്ച് ജ്ഞാനം ദൈവത്തിനോടുള്ള ഭക്തിയാണെന്നും അത് ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് ജ്ഞാനം ലഭിക്കുകയെന്നും ജോബിന്റെ പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ തിരുവചനം പറയുന്നു. ദൈവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണെന്ന് സങ്കീർത്തനം 111-10 പറയുന്നുണ്ട്. അതുപോലെ സുഭാഷിതത്തിലെ 15-ാമത്തെ അധ്യായത്തിൽ 33-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നു, ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്. അതുപോലെ മിക്കായ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിന്റെ നാമത്തെ ഭയപ്പെടുന്നവർക്കാണ് യഥാർത്ഥ ജ്ഞാനമുള്ളത്. അതുപോലെ ദൈവത്തിന്റെ ദാനമാണ് ജ്ഞാനമെന്ന് എഫെസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നു. ജോബിന്റെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനം പറയുകയാണ്, ഇത് മുത്തിനേക്കാളും അതുപോലെ തന്നെ സുഭാഷിതത്തിലെ 3:13 സ്വർണത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് പറയുന്നുണ്ട്. ഈ ജ്ഞാനം ഒരു സ്വരമല്ല, അത് ദൈവസ്വരമാണ്. ജോബിന്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, ആയുധങ്ങളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനം. നിങ്ങൾക്ക് ഒരു ആയുധവും വേണ്ട, ജ്ഞാനമുണ്ടെങ്കിൽ എല്ലാവരും തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് സഭാപ്രസംഗം 9-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങളൊരു കഥ കേട്ടിട്ടുണ്ടാവും, ദിസ് ടു ഷാൽ പാസ് എന്ന് പറഞ്ഞ്. ഒരു രാജാവ് തൻ്റെ ജ്ഞാനികളെയും തന്ത്രജ്ഞരെയും എല്ലാം വിളിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ എല്ലാ അവസരങ്ങളിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും എല്ലാ സ്ഥലത്തേക്കും കാലത്തേക്കും എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ തോൽവിയിലും വിജയത്തിലും ഉപകാരപ്രദമാകുന്ന ഒരു മന്ത്രമോ തന്ത്രമോ ഒരു ഉപദേശമോ നിങ്ങൾ എനിക്ക് തരണം. നിങ്ങളില്ലാത്ത സമയത്ത് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മന്ത്രോ തന്ത്രം എനിക്ക് തരിക. ഒരു പ്രായമായിട്ടുള്ള തത്വജ്ഞാനി അവരെല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു ഉപദേശം എഴുതി കൊടുത്തിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഇത് അങ്ങ് ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടി തുറന്നു നോക്കരുത്. അങ്ങേക്ക് ഞങ്ങൾ ആരും അടുത്തില്ലാത്ത സമയത്ത്, യാതൊരു രക്ഷയില്ലാത്ത ഒരു സമയത്ത് മാത്രമേ ഇത് തുറന്നു നോക്കാവൂ. രാജാവ് തൻ്റെ വജ്രമോതിരത്തിൻ്റെ ഉള്ളിൽ അത് ചുരുട്ടി അതിൻ്റെ ഉള്ളിലാക്കി വജ്രമോതിരത്തിനോടൊപ്പം ധരിച്ചു. അങ്ങനെ ഒരിക്കൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു രാജ്യത്തിൽ നിന്ന് രാജാവും സൈന്യങ്ങളും വന്ന് ഈ രാജാവിനെ തോൽപ്പിച്ചിട്ട് ഈ രാജാവ് ജീവന് വേണ്ടിയിട്ട് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഈ പുറകിൽ ഈ മറ്റ് സൈന്യങ്ങളുടെ തോൽപ്പിച്ച സൈന്യത്തിൻ്റെ കുതിരക്കുളമ്പടികളൊക്കെ കേൾക്കുന്നുണ്ട്. ഈ രാജാവ് ഓടി വലിയൊരു മലയുടെ മുമ്പിലെത്തി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ കൊക്കയാണ്. പുറകിൽ ഈ ശത്രു സൈന്യത്തിൻ്റെ കുളമ്പടികളും കേൾക്കുന്നുണ്ട്. രാജാവിനൊന്നും രക്ഷയില്ലാണ്ടായി. രാജാവ് പെട്ടെന്ന് ആ കയ്യിൽ കിടക്കുന്ന വജ്രമോതിരം തിളങ്ങി. അപ്പോൾ ഓർത്തു,
അവരെനിക്ക് തന്നിരിക്കുന്ന ജ്ഞാനികളും തന്ത്രജ്ഞന്മാരും എല്ലാം കൂടി തന്നിരിക്കുന്ന എന്തോ ഒരു ഉപദേശം അതുണ്ട്. രാജാവ് ആ വജ്രമോതിരം എടുത്ത് തുറന്നു നോക്കി, അതിലൊരു ഉപദേശം എഴുതിയിരിക്കുന്നു, ദിസ് ടു ഷാൽ പാസ്, ഇതും കടന്നു പോകും. അദ്ദേഹം അതെല്ലാം മനസ്സിലാക്കി. ഇത്രയും നാളും ഞാനൊരു രാജാവായിരുന്നു, എനിക്ക് സൈന്യങ്ങളുണ്ടായിരുന്നു, ഞാൻ എല്ലാവരും തോൽപ്പിച്ചു, ഇതാ ഞാൻ ഒന്നുമില്ലാത്തവനെ പോലെ, ഇനിയുള്ള നിമിഷങ്ങളിൽ എത്രമാത്രം ഉണ്ടെങ്കിൽ പോലും അത് ഞാൻ എൻജോയ് ചെയ്യുമെന്ന് പറഞ്ഞ് വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള ദേശം മുഴുവനും അദ്ദേഹം മുട്ടുമേ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് അത് കാണുകയാണ്. കുറച്ചു നേരം നോക്കി, സുബോധം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുതിരക്കുളമ്പടികളോ ഒന്നും കേൾക്കാനില്ല, രാജാവ് മാത്രം. ഉടനെ തന്നെ രാജാവ് കുതിരപ്പുറത്ത് കയറി തിരിച്ചുപോയി തൻ്റെ ബാക്കിയുള്ള സൈന്യങ്ങളെയും പട്ടാളക്കാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആ ശത്രു സൈന്യത്തെ മുഴുവൻ തോൽപ്പിച്ച് രാജാവ് ആ രാജ്യം വീണ്ടും തിരിച്ചു പിടിക്കുകയാണ്. അപ്പോൾ എല്ലാ സൈന്യങ്ങളും എല്ലാവരുടെ കൂടി ഈ രാജാവിനെ അഭിനന്ദിച്ച് രാജാവും വലിയ അഹങ്കാരത്തോടെ നിൽക്കുമ്പോൾ വീണ്ടും ആ രാജാവിൻ്റെ വജ്രമോതിരം വെട്ടിത്തിളങ്ങുകയാണ്. അപ്പോഴും വീണ്ടും അദ്ദേഹം ഓർത്തു, ദിസ് ടു ഷാൽ പാസ്. ഇന്ന് ഞാൻ തോറ്റ് അടിമകളായിട്ട് മരണപ്പെടേണ്ട ഞാനും ഇന്ന് ഞാൻ രാജാവായി വീണ്ടും വാഴുന്നുണ്ടെങ്കിൽ ദിസ് ടു ഷാൽ പാസ്. ഞാൻ അഹങ്കരിക്കാനുള്ളവനല്ല, അഭിമാനിക്കാനുള്ളവനല്ല, ഇത് ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ജീവിതം. എല്ലാ സുഖവും ദുഃഖവും കടന്നു പോകും, ദിസ് ടു ഷാൽ പാസ്. സെന്റ് തെരേസ ഓഫ് അവിലയുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. ആ അമ്മയുടെ കാനോനിക പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഒരു പ്രാർത്ഥനയാണ്. Let nothing disturb you. Let nothing frighten you. All things are passing away. God never changes. Patience obtains all things. Whoever has God lacks nothing. God alone suffices. ദൈവം ഒരിക്കലും മാറുകയില്ല, ഒരിക്കലും മാറുകയില്ല. അത് ദൈവത്തിൻ്റെ വലിയ ശക്തിയുടെ അടയാളവുമാണ് എന്ന് പറയുക. യെശയ്യായുടെ പുസ്തകത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനം പറഞ്ഞു വെച്ചത് തന്നെയാണ്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്തു, മലകൾ മാറിപ്പോയേക്കാം, അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ രണ്ടാമത്തെയാണ് ബുദ്ധി സാമർഥ്യം അഥവാ വിവേകം, അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ദ 7 ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആർ വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്, കൗൺസിൽ, നോളജ്, ഫോർട്ടിറ്റ്യൂഡ്, പൈറ്റി ആൻഡ് ഫിയർ ഓഫ് ഗാഡ്. ദ വണ്ടർ ആൻഡ് ദ ഓ, ആ ഒരു ഫിയറാണ് കേട്ടോ, വണ്ടർ ആൻഡ് ഓ. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കുവാൻ നമുക്ക് ഈ ഗിഫ്റ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധി സാമർഥ്യം അല്ലെങ്കിൽ വിവേകം, ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മളെ സഹായിക്കും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 60 മുതൽ 65 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് കേട്ട് അവരുടെ ശിഷ്യന്മാരിൽ പലരും ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. 63-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആത്മാവാണ് ജീവൻ നൽകുന്നത്. അങ്ങനെ ജീവൻ നൽകുന്ന ആത്മാവിനെ ശരീരം, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്, ഇത് നിങ്ങൾക്ക് കഴിക്കുകയും ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യാതെ എന്നിൽ ജീവനില്ല എന്ന് പറയുന്ന കർത്താവിൻ്റെ വചനം കാഠിന്യമായി കരുതിക്കൊണ്ട് അവരിറങ്ങിപ്പോവുകയാണ്. യഹൂദ നിയമം അനുസരിച്ച് ലേവിയുടെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്, എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത് രക്തം കുടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ദഹിക്കില്ല. കാഠിന്യമുള്ള വചനമാണ്. ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് കർത്താവ് ലേവിയുടെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. ജീവൻ ദൈവത്തിന് അവകാശപ്പെട്ടതാ, രക്തം കുടിച്ചാൽ ജീവൻ അവകാശപ്പെടുത്തുകയാണ്, അത് ദൈവം നിന്നെയാണ്. അതുകൊണ്ടാണ് യഹൂദര് രക്തം ഉപയോഗിക്കാത്തത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വചനം ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ല, അവരുടെ ഹൃദയം കാഠിന്യമായിരുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, അവന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ദൈവം വചനം പങ്കുവെച്ചപ്പോൾ ഒക്കെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല, അവർക്കതിനുള്ള വിവേകമില്ലായിരുന്നു. 25-ാമത്തെ തിരുവചനത്തിലൂടെ ഈശോ ചോദിക്കുന്നു, പോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തവരുടെ ഹൃദയം മന്ദീഭവിച്ചവരെ, ഇതെല്ലാം സഹിച്ച് യേശു ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് കടക്കേണ്ടിയിരുന്നില്ലേ? നടപടി പുസ്തകത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ 26 മുതൽ 40 വരെയുള്ള തിരുവചനത്തിൽ ഫിലിപ്പോസും എത്യോപ്യക്കാരൻ്റെയും കഥ പറയുന്നില്ലേ? നടപടി പുസ്തകം 8-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ പ്രതിവചിച്ചു, ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഈ വ്യാഖ്യാനത്തിൻ്റെ വലിയൊരു വിവേകമാണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായിട്ടുള്ള ഈ വിവേകം, ബുദ്ധി സാമർഥ്യം. വചനം വായിക്കുന്നവർ അർത്ഥം ഗ്രഹിക്കാതെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ മനസ്സിൽ അതിൽ ഉൾക്കൊള്ളണമെന്നോ മനസ്സിലാക്കണമെന്നോ ഒരു നിർബന്ധമില്ല. വചനം വായിച്ചങ്ങ് പോകുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം കർത്താവ് എന്താണ് നമ്മളോട് സംസാരിക്കുന്ന ഈ വചനത്തിലൂടെ എന്ന് വ്യക്തമാകുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഈ ദാനമായിട്ടുള്ള ബുദ്ധി സാമർഥ്യം വേണം.